നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത് സ്പ്രെഡ്ഷീറ്റ് എന്താണ്. സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ +2 അക്കൗണ്ടൻസിയുടെ സെക്കൻഡ് പാർട്ടായിട്ട് പഠിക്കുന്ന ലിബ്രിയോഫീസ് കാൽക്ക് എന്ന സ്പ്രെഡ്ഷീറ്റ്, അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സ്, അതിലുപയോഗിക്കുന്ന ലഭ്യമായിട്ടുള്ള കുറേയധികം ഫങ്ഷൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ ഇന്ന് ചാപ്റ്റർ 3-ലെ യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ. കൊമേഴ്സ് സ്റ്റുഡൻസ് എന്ന നിലക്ക് നമ്മൾ ഈ കാൽക്കിനെ അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റുകളെ പരിചയപ്പെടുന്നത് നമ്മുടെ ബിസിനസ്സിലെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കാൽക്കിനെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു സ്പ്രെഡ്ഷീറ്റിനെയോ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള സ്പ്രെഡ്ഷീറ്റിൻ്റെ ബിസിനസ്സിലെ ഉപയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് പേറോൾ അക്കൗണ്ടിംഗ് ആണ്. പേറോൾ അക്കൗണ്ടിംഗ് ഈസ് റിലേറ്റഡ് ടു ദ സാലറി മാറ്റേഴ്സ് ഓഫ് എംപ്ലോയീസ്. വലിയ ബിസിനസ് സ്ഥാപനങ്ങളിൽ ആയിരക്കണക്കിന് എംപ്ലോയീസ് വ്യത്യസ്ത പോസ്റ്റുകളിലായിട്ട് വ്യത്യസ്ത ശമ്പള സ്കെയിലിൽ വ്യത്യസ്ത ആനുകൂല്യങ്ങളോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എല്ലാ മാസവും ഇവർക്ക് കൊടുക്കുന്ന സാലറിയുടെയും മറ്റു ആനുകൂല്യങ്ങളുടെയും കണക്ക് സൂക്ഷിക്കുന്നതിന് എങ്ങനെ ലിബ്രിയോഫീസ് കാൽക്കിനെ ഉപയോഗപ്പെടുത്താം എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് പേറോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്നുകൂടി വിശദമായിട്ട് പരിചയപ്പെടാം. ഓക്കെ, പേറോൾ അക്കൗണ്ടിങ് ഇൻവോൾവ്സ് ഓൾ ആസ്പെക്ട്സ് ഓഫ് പേയിങ് സാലറി ആൻഡ് അതർ ബെനിഫിറ്റ്സ് ടു എംപ്ലോയീസ്. പേറോൾ അക്കൗണ്ടിങ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഏത് തരം ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും വൻകിട സ്ഥാപനങ്ങളിൽ ആയിരക്കണക്കിന് എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അവർക്കൊക്കെ എല്ലാ മാസവും ശമ്പളം നൽകണം. അപ്പോൾ ആ ശമ്പളവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന മറ്റ് ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിംഗ് ആണ്. ആ കണക്കുകളെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതിനെയാണ് പേറോൾ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എംപ്ലോയിയുടെ സാലറി എന്ന് പറയുന്നത് കുറേ അലവൻസുകൾ കൂടിച്ചേർന്നതാണ്. ബേസിക് സാലറിയുടെ കൂടെ കുറേ അധികം ബെനിഫിറ്റ്സ് സ്ഥാപനങ്ങൾ നൽകാറുണ്ട്. അത് സ്ഥാപനങ്ങളുടെ പോളിസി അനുസരിച്ചിരിക്കും. ചില ഐറ്റംസ് നിർബന്ധമായി നൽകേണ്ടത് അഡീഷണലായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ സാലറിയിൽ നിന്നും പിടിക്കേണ്ട, മൈനസ് ചെയ്യേണ്ട കുറച്ച് എമൗണ്ടുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏണിങ്സ് എന്ന് പറയുന്നത് ഒന്ന് ബേസിക് പേ, അടിസ്ഥാന ശമ്പളം. എല്ലാ എംപ്ലോയീസിൻ്റെയും സാലറിയുടെ ഏറ്റവും പ്രധാന ഭാഗം എന്ന് പറയുന്നത് ബേസിക് പേ ആണ്. അതുകൂടാതെ ഗ്രേഡ് പേ, ചില പ്രത്യേക പൊസിഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് ഗ്രേഡ് പേ എന്ന രീതിയിൽ കുറച്ച് അഡീഷണൽ എമൗണ്ട് നൽകാറുണ്ട്. അത് എംപ്ലോയിയുടെ സാലറിയുടെ ഭാഗമാണ്. അതുപോലെ ഡിയർനെസ് അലവൻസ്, ക്ഷാമബത്ത, DA, ഓരോ എംപ്ലോയിയുടെയും ബേസിക് പേൻ്റെ അടിസ്ഥാനത്തിൽ അഡീഷണലായിട്ട് നൽകുന്ന ഒരു എമൗണ്ടാണ് ക്ഷാമബത്ത എന്ന് പറയുന്നത്. DA എന്ന് പറയുന്നത് ഇത് ടോട്ടൽ സാലറിയുടെ ഭാഗമാണ്. ദെൻ ഹൗസ് റെൻ്റ് അലവൻസ്, HRA, വീട്ടുവാടക ബത്ത എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ഏതൊരു എംപ്ലോയിയുടെയും ടോട്ടൽ സാലറി എന്ന് പറയുന്നത് HRA കൂടി ചേർന്നതാണ്. ഓക്കെ, ദെൻ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ്, ചില വിഭാഗം ജീവനക്കാർക്ക് എംപ്ലോയീസിന് യാത്രാ ബത്ത കൂടി നൽകാറുണ്ട് കമ്പനികൾ. അപ്പോൾ അവരുടെ ടോട്ടൽ സാലറി എന്ന് പറയുന്നത് TA കൂടി ചേർന്നതായിരിക്കും. ദെൻ അതർ അലവൻസസ്, അതുകൂടാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ, അലവൻസുകൾ എംപ്ലോയീസിന് നൽകുന്നുണ്ടെങ്കിൽ അതുകൂടി കൂട്ടിച്ചേർന്നതാണ് ഒരു എംപ്ലോയിയുടെ ടോട്ടൽ സാലറി അല്ലെങ്കിൽ ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. ഇനി ഡിഡക്ഷൻസ് എന്തൊക്കെയാണ് എംപ്ലോയിയുടെ സാലറിയിൽ നിന്നും ഓരോ മാസവും കട്ട് ചെയ്യേണ്ടത്, കുറയ്ക്കേണ്ടത്? ഒന്ന് പ്രൊഫഷണൽ ടാക്സ്, PT. പ്രൊഫഷണൽ ടാക്സ് എന്ന് പറഞ്ഞാൽ ആ എംപ്ലോയി ജോലി ചെയ്യുന്ന ലോക്കൽ ബോഡി ഏതാണോ അവിടെ ആ പഞ്ചായത്തിലേക്കോ മുനിസിപ്പാലിറ്റിയിലേക്കോ കോർപ്പറേഷനിലേക്കോ അവിടുത്തെ തൊഴിലുടമ തൊഴിലാളിയിൽ നിന്നും അഥവാ ജീവനക്കാരിൽ നിന്നും ഈടാക്കി അടച്ചു തീർക്കേണ്ട എമൗണ്ടാണ് പ്രൊഫഷണൽ ടാക്സ്. അപ്പോൾ ടോട്ടൽ സാലറിയിൽ നിന്നും അഥവാ ഗ്രോസ് സാലറിയിൽ നിന്നും പ്രൊഫഷണൽ ടാക്സ് കട്ട് ചെയ്യും, ഡിഡക്റ്റ് ചെയ്യും, കുറക്കും. ഓക്കെ, ദെൻ പ്രൊവിഡൻറ്റ് ഫണ്ട്. ഇന്ത്യയിൽ PF ആക്ട് ഉണ്ട്. ആ നിയമപ്രകാരം എല്ലാ എംപ്ലോയറും എംപ്ലോയിയിൽ നിന്നും കുറച്ച് എമൗണ്ട്, ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് എമൗണ്ട് സാലറിയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് തൊഴിലുടമയുടെ, എംപ്ലോയറുടെ കൂടി ഒരു ഷെയർ അതിൽ കൂട്ടിച്ചേർത്ത് PF-ലേക്ക് അടക്കാനുണ്ട്, പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക്. ഭാവിയിൽ എംപ്ലോയിക്കാണ് അതിൻ്റെ ഗുണം ലഭ്യമാകുന്നത്. എംപ്ലോയിയുടെ അക്കൗണ്ടിലാണത് അടക്കുന്നത്. ഓക്കെ,
ദെൻ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. ഒരു എംപ്ലോയിയുടെ വാർഷിക വരുമാനം ടാക്സബിൾ ആകുന്ന പരിധിക്ക് മുകളിലാണെങ്കിൽ ആ ടാക്സിന് ആനുപാതികമായ എമൗണ്ട് ഓരോ മാസവും കട്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അടക്കാനുള്ള ഉത്തരവാദിത്തം തൊഴിലുടമയുടേതാണ്, അഥവാ എംപ്ലോയറുടേതാണ്. അപ്പോൾ എംപ്ലോയിയുടെ സാലറിയിൽ നിന്നും TDS കൂടി ഡിഡക്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ദെൻ റിക്കവറി ഓഫ് ലോൺ. ചിലപ്പോൾ ചില എംപ്ലോയീസ് സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് കടം വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് സാലറിയിൽ നിന്നും കട്ട് ചെയ്ത് എടുക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. അപ്പോൾ ടോട്ടൽ സാലറിയിൽ നിന്നും ലോൺ റിക്കവറി എന്ന് പറയുന്നത് ഒരു ഡിഡക്ഷനാണ്. ദെൻ അതർ ഡിഡക്ഷൻസ്, ഇനി മറ്റേതെങ്കിലും തരത്തിൽ എംപ്ലോയിയിൽ നിന്ന് സാലറിയിൽ നിന്ന് കട്ട് ചെയ്യാനുള്ള എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ അതുകൂടി പരിഗണിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ സാലറിയുടെ പ്രധാനപ്പെട്ട 2 പാർട്ടുകളാണ്. ഒന്ന് ഗ്രോസ് പേ. ഗ്രോസ് പേ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സാലറി ടു ആൻ എംപ്ലോയി. അതെന്തെല്ലാം കൂടി ചേർന്നതാണ്? ബേസിക് പേ പ്ലസ് DA പ്ലസ് HRA പ്ലസ് TA പ്ലസ് അതർ അലവൻസസ്. ഒരു എംപ്ലോയിയുടെ ഗ്രോസ് സാലറി, മൊത്ത ശമ്പളം എന്ന് പറഞ്ഞാൽ ബേസിക് പേ പ്ലസ് DA പ്ലസ് HRA പ്ലസ് TA പ്ലസ് ആൻഡ് ആൾ അതർ അലവൻസസ് എല്ലാം കൂടി ചേർന്നതാണ്. നോക്കുക, നെറ്റ് പേ എന്ന് പറഞ്ഞാൽ, നെറ്റ് സാലറി എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയിക്ക് കയ്യിൽ എത്ര എമൗണ്ട് കിട്ടുന്നു, ഗ്രോസ് സാലറിയിൽ നിന്നും ഡിഡക്ഷൻസ് കുറച്ചാലുള്ളതാണ് നെറ്റ് സാലറി. ഗ്രോസ് പേ മൈനസ് ഡിഡക്ഷൻസ്. ദെൻ നെറ്റ് പേ ഈസ് ദ എമൗണ്ട് റിസീവ്ഡ് ബൈ ദ എംപ്ലോയി ഇൻ ക്യാഷ് ആഫ്റ്റർ ഓൾ ഡിഡക്ഷൻസ്. എല്ലാ ഡിഡക്ഷനും ശേഷം ഒരു എംപ്ലോയിയുടെ കയ്യിൽ കിട്ടുന്ന സാലറിയെ ആണ് നമ്മൾ നെറ്റ് സാലറി അല്ലെങ്കിൽ നെറ്റ് പേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് എംപ്ലോയിയുടെ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് എന്ന് ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോട് കൂടിയിട്ട് മനസ്സിലാക്കുകയാണ്. PQR Limited, a computer distribution company, wants to prepare payroll statement for the month of November 2017. 2017 നവംബറിലെ സാലറി സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം. PQR ലിമിറ്റഡ് എന്ന കമ്പ്യൂട്ടർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ വേരിയസ് കോമ്പണൻസ് ഓഫ് സാലറി ഫോർ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് എംപ്ലോയീസ് ആർ ഗിവൺ ബിലോ. ആ സ്ഥാപനത്തിലെ 3 എംപ്ലോയീസിൻ്റെ കാര്യമാണ് തന്നിട്ടുള്ളത്. അവരുടെ ആ സാലറിയുടെ വ്യത്യസ്ത പാർട്ടുകൾ ഇവിടെ ഈ ടേബിളിൽ കാണാം. ഒന്ന് അർച്ചനയുടെ പോസ്റ്റ് എന്താണ്? മാനേജർ എന്ന് പറയുന്ന പോസ്റ്റാണ്. അവരുടെ ബേസിക് പേ 30,000 രൂപയാണ്. ഗ്രേഡ് പേ ഉണ്ട്, മാനേജർക്ക് 1000 രൂപ എക്സ്ട്രാ ഗ്രേഡ് പേ കൊടുക്കുന്നുണ്ട്. HRA ഹൗസ് റെൻ്റ് അലവൻസ് 3% ഓഫ് ബേസിക് പേ ആണ്. TA 150 പെർ മന്ത്, 150 രൂപ മാസം TA എന്ന നിലയിൽ അനുവദിക്കുന്നുണ്ട്. ദെൻ TDS ആണ് ഈ അർച്ചനയുടെ സാലറിയിൽ നിന്നും പിടിച്ചെടുക്കേണ്ട ടാക്സ് ആണ് 1000 രൂപ. ദെൻ ലോൺ റിക്കവറി, അർച്ചന ലോൺ എടുത്തിട്ടുണ്ട്, അപ്പോൾ ലോണിലേക്ക് തിരിച്ച് ഈടാക്കേണ്ടതാണ് 3000 രൂപ. അപ്പോൾ TDSും ലോൺ റിക്കവറിയും എന്താണ്? ഡിഡക്ഷനാണ്. മറ്റതെല്ലാം ഗ്രോസ് സാലറിയുടെ ഭാഗമാണ്. then അതുപോലെ നസീം അക്കൗണ്ടൻ്റ് ആണ്. 20,000 രൂപ ബേസിക് പേ, ഗ്രേഡ് പേ 500 രൂപ, HRA 2% ഓഫ് ബേസിക് പേ, TA ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ഇല്ല, ദെൻ TDS 300 രൂപ, ലോൺ റിക്കവറി 1000 രൂപ. ദെൻ തേർഡ് നോക്കുക, ജുബ്ന സൂപ്പർവൈസറാണ്. 16,000 രൂപയാണ് ബേസിക് സാലറി. മറ്റു കാര്യങ്ങളൊന്നും ആനുകൂല്യങ്ങളൊന്നും ഇല്ല, TDS ഇല്ല, ലോൺ റിക്കവറിയും ഇല്ല. ദെൻ ഇനി ചില കാര്യങ്ങളുണ്ട് കോമൺ ആയിട്ടുള്ള. DA എന്ന് പറഞ്ഞാൽ 80% ഓഫ് ബേസിക് പേ. എല്ലാ എംപ്ലോയീസിനും ബേസിക് പേയുടെ 80% ഡിയർനെസ് അലവൻസ് ആണ്, ക്ഷാമബത്തയാണ്. ഇനി ഡിഡക്ഷൻസ് എന്തൊക്കെയുണ്ട് വേറെ? പ്രൊഫഷണൽ ടാക്സ് ഉണ്ട്, 1% ഓഫ് ഗ്രോസ് സാലറി ഫോർ ഓൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിനും ഗ്രോസ് സാലറിയുടെ 1% പ്രൊഫഷണൽ ടാക്സ് ഉണ്ട്. അതുകൂടാതെ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് 10% ഓഫ് ബേസിക് സാലറി ഫോർ ഓൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിൻ്റെയും ബേസിക് സാലറിയുടെ 10% PFലേക്ക് പിടിക്കാനുള്ളതാണ്. കാൽക്കുലേറ്റ് ഗ്രോസ് സാലറി ആൻഡ് നെറ്റ് സാലറി പേയബിൾ ടു എംപ്ലോയീസ് ഫോർ ദ മന്ത് ഓഫ് നവംബർ 2017 യൂസിങ് സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? നവംബർ മാസത്തെ സാലറി ഷെഡ്യൂൾ, പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞുള്ളത്. PQR ലിമിറ്റഡ് പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ മന്ത് ഓഫ് 2020. ദെൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, DA 80%, HRA റേറ്റ് ഫോർ മാനേജർ 3%, HRA റേറ്റ് ഫോർ അക്കൗണ്ടൻറ്റ് 2%,
TA 150, professional tax 1%, PF 10%. നമുക്ക് ഒരു സാലറി സ്റ്റേറ്റ്മെൻറ്റ് അഥവാ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഒരു ഓർഡർ ഉണ്ട്. സീരിയൽ നമ്പർ, നെയിം, പോസ്റ്റ്, ബേസിക് പേ, ഗ്രേഡ് പേ, DA, HRA, TA, ഗ്രോസ് സാലറി. അഥവാ ഒരു എംപ്ലോയിയുടെ ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് പേയുടെ കൂടെ ഗ്രേഡ് പേ ഉണ്ടെങ്കിൽ അതും, ഡിയർനെസ് അലവൻസ്, HRA, ഹൗസ് റെൻ്റ് അലവൻസ്, ട്രാവലിംഗ് അലവൻസ്, TA തുടങ്ങിയിട്ടുള്ള എല്ലാ അലവൻസുകളും കൂടി ചേർന്നതാണ് ഗ്രോസ് സാലറി. അതുപോലെ പ്രൊഫഷണൽ ടാക്സ്, PF, TDS, ലോൺ റിക്കവറി പോലെയുള്ള ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ ഗ്രോസ് സാലറിക്ക് ശേഷം ആ ഡാറ്റ കൂടി വിവിധ സെല്ലുകളിൽ എൻ്റർ ചെയ്യും. ദെൻ അതിന് ശേഷം ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറയുന്നൊരു കോളം കൊടുത്ത് ഈ ഡിഡക്ഷൻ്റെ ടോട്ടൽ നമുക്ക് വരാനുള്ള കോളമാണ്. അതിനുശേഷം നെറ്റ് സാലറി എന്നുള്ള ഒരു ടേബിളിൽ ഒരു കോളം കൂടി പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ലഭ്യമായിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യുക. ബേസിക് പേ എല്ലാ എംപ്ലോയിയുടെയും വ്യത്യസ്ത ബേസിക് പേ ഉണ്ടായിരിക്കും. ഗ്രേഡ് പേ ഉള്ളവരുടെ ആ എമൗണ്ടുകൾ കൊടുക്കുക. TDSഉം ലോൺ റിക്കവറി പോലെയുള്ള ഇൻഡിവിജ്വലായിട്ട് മാറ്റം വരുന്ന എമൗണ്ടുകൾ ഡയറക്റ്റ് എൻട്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കാൽക്കുലേഷൻസ്, ഫങ്ഷൻസ് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഫോർമുല അപ്ലൈ ചെയ്യേണ്ട ഏരിയകളിൽ ആവശ്യമായ ഫോർമുലകൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ DA എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിയർനെസ് അലവൻസ് എല്ലാ എംപ്ലോയീസിൻ്റെയും ബേസിക് സാലറിയുടെ 80% DA. അപ്പോൾ നമുക്ക് DA വരേണ്ടത് ഇവിടെ കൊടുക്കാം, ഈക്വൽ ടു ഒരു ഫോർമുല കൊടുക്കുക. എന്താണ്? ബേസിക് പേ എന്ന് പറയുന്ന സെല്ല് ഏതാണ്? D12 ആണ്. D12 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണ്? 80%. നമ്മൾ ഇതാണ് എടുക്കേണ്ടത്. 80% എന്ന് കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഈ F4 സെല്ലിലുള്ള ഈ വാല്യൂ പരിഗണിക്കണം. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് 80% ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഡോളർ സൈൻ ആഡ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയതാണ്. $4 എൻ്റർ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ DA എത്രയാണെന്ന് ഇവിടെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തതായി നമുക്ക് HRA ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. HRAൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മാനേജർ ആണെങ്കിൽ 3%, അക്കൗണ്ടൻ്റ് ആണെങ്കിൽ 2%. അപ്പോൾ നമ്മളിവിടെ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. ഈക്വൽ ടു ഇഫ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. പോസ്റ്റ് മാനേജർ ആണെങ്കിൽ അഥവാ C12ൻ്റെ വാല്യൂ ഈക്വൽ ടു ഡബിൾ കോട്ടിൽ നമ്മൾ മാനേജർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യുക, എന്നിട്ട് കോമ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം? ബേസിക് പേ D12ൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 3%. നമ്മളിത് ഡ്രാഗ് ചെയ്യുമ്പോൾ മാറാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഫിക്സഡ് ആയിട്ട് ഈ F5 എന്ന ഈ വാല്യൂ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോളർ സൈൻ കൊടുത്തിട്ട് ID കൊടുക്കണം. ഓക്കെ, $5. ഇപ്പം മാനേജറുടെ പോസ്റ്റിലുള്ള ആൾക്കാണെങ്കിൽ നമ്മൾ HRA കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനായി. അത് മാത്രം പോരാ, ഒരു ഇഫ് കൂടി കൊടുക്കുക. നെസ്റ്റഡ് ഇഫ് ഫംഗ്ഷനാണ്. ഇഫ് കൂടി കൊടുക്കുക. ഇഫ് എന്തായിരിക്കണം? പോസ്റ്റ് C12 ഈക്വൽ ടു ഡബിൾ കോട്ടിൽ അക്കൗണ്ടൻറ്റ് ആണെങ്കിൽ കോമ ബേസിക് പേ D12 ഇൻറ്റു എന്തായിരിക്കണം? F6 ആയിരിക്കണം അല്ലേ? ഇവിടെ മാറ്റം വരാൻ പാടില്ല. $F6 എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ ബ്രാക്കറ്റ് ആവശ്യത്തിന് ക്ലോസ് ചെയ്യുക. ഇവിടെ ബ്രാക്കറ്റ് ഈ കഴിഞ്ഞൊരു ബ്രാക്കറ്റ് കൊടുക്കാനുണ്ട്, നേരത്തെ വിട്ടുപോയതാണ്, ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മളത് എത്ര ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അത്രയും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആ 900 എന്ന വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ ഒന്നുകൂടി നോക്കുക. ഈക്വൽ ടു ഇഫ് C12 ഈക്വൽ ടു മാനേജർ D12 ഇൻറ്റു $F $5, if C12 ഈക്വൽ ടു അക്കൗണ്ടൻറ്റ് D12 ഇൻറ്റു $F $6.
ഇവിടെ C12 പോസ്റ്റാണ്, D12 ഉള്ളത് ബേസിക് പേ ആണ്. ഇവിടെ പെർസെൻറ്റേജുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് TA എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ടിഎയുടെ റേറ്റ് എന്താണ്? നമ്മളെ ക്വസ്റ്റ്യനിൽ മാനേജർക്ക് മാത്രമാണ് TA പറഞ്ഞുള്ളത്, 150 രൂപ പെർ മന്ത് അല്ലേ. അപ്പോൾ നമ്മൾ മാനേജറുടെ കോളത്തിൽ മാത്രമേ TA വരാൻ പാടുള്ളൂ. ഒരുപാട് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ സ്ഥാപനത്തിൽ ഒരുപാട് മാനേജേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ കുറേ അക്കൗണ്ടൻറ്റുമാരുണ്ടായിരിക്കും, കുറേ സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടാണ് നമുക്ക് TA വേണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഇക്വേഷൻ കൊടുക്കാം, ഈക്വൽ ടു if ഈ ഫംഗ്ഷൻ ഉപയോഗിക്കണം. പോസ്റ്റ് മാനേജർ ആണെങ്കിൽ C12 ഈക്വൽ ടു ഡബിൾ കോട്ടിൽ മാനേജർ കോമ 150. മാനേജർ ആണെങ്കിൽ 150 രൂപ TA വരണം. ഓക്കെ, ഫംഗ്ഷൻ ഏതാ? ഈഫാണ്. C12 മാനേജർ എന്നാണുള്ളതെങ്കിൽ 150 രൂപ. ഓക്കെ, ഇവിടെ I12 എന്ന സെല്ലിൽ നമുക്ക് കിട്ടേണ്ടത് ഗ്രോസ് സാലറിയാണ്. ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് പേ പ്ലസ് ഓൾ അതർ അലവൻസസ്. ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ എന്തായിരിക്കണം? ഈക്വൽ ടു SUM, സമ്മാണ് നമുക്ക് വേണ്ടത്. ടോട്ടൽ ഏതിൻ്റെയൊക്കെ സമ്മാണ്? ബേസിക് പേ മുതൽ ഈ TA വരെയുള്ള സെല്ലുകളുടെ സമ്മ്. ജസ്റ്റ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ D12 to H12 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. നമുക്കിതിൻ്റെ ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സം D12 സെല്ല് ബേസിക് പേ, ഗ്രേഡ് പേ, DA, HRA, TA, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. ഗ്രോസ് സാലറി കിട്ടിയിട്ടുണ്ട്. ദെൻ പ്രൊഫഷണൽ ടാക്സ്. ഓക്കെ, പ്രൊഫഷണൽ ടാക്സിന് എന്താണ്? ഗ്രോസ് സാലറിയുടെ 1% എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ളത്. അപ്പോൾ ഈക്വൽ ടു ഗ്രോസ് സാലറി കിടക്കുന്ന സെല്ല് എത്രയാണ്? I12 ആണ്, ഇൻറ്റു 1% എൻ്റർ 560.5. നമുക്കിവിടെ ഒരു ഡെസിമൽ പ്ലേസ് വന്നിട്ടുണ്ട് 0.5. നമുക്കിത് ഒഴിവാക്കാൻ വേണമെങ്കിൽ എങ്ങനെ ഒഴിവാക്കാം? നമുക്ക് ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. ഈക്വൽ ടു കഴിഞ്ഞിട്ട് നമ്മൾ റൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പോയിൻ്റ് ഒഴിവാക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്താണ് വരേണ്ടത്? ഗ്രോസ് സാലറി ഇൻറ്റു 1%, ഒരു കോമ കൊടുക്കുക, ദെൻ 0 കൊടുക്കുക, ഡെസിമൽ പ്ലേസ് ഒഴിവാക്കിയിട്ട് നമുക്ക് 561 റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനടുത്ത് PF എന്താണ്? PF എന്ന് പറഞ്ഞാൽ ബേസിക് പേൻ്റെ 10% ആണ് എല്ലാ എംപ്ലോയീസിനും. അപ്പോൾ നമുക്കെങ്ങനെ കൊടുക്കാം? ഈക്വൽ ടു ബേസിക് പേ ഇൻറ്റു 10% എന്ന് കൊടുത്താൽ മതി. ദെൻ TDSഉം ലോൺ റിക്കവറിയും ഓരോ എംപ്ലോയീസിനും വ്യത്യസ്തമായിരിക്കും. ഇവിടെ ടോട്ടൽ ഡിഡക്ഷൻ എത്രയുണ്ട്? ഈക്വൽ ടു SUM, സം. ഏതിൻ്റെ സമ്മാണ് ടോട്ടൽ ഡിഡക്ഷൻ? പ്രൊഫഷണൽ ടാക്സ്, PF, TDS, ലോൺ റിക്കവറി അല്ലേ. നമ്മളിത് ജസ്റ്റ് ഈ സെല്ലൊന്നിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് എൻ്റർ ചെയ്യുക. ഓക്കെ, നെറ്റ് സാലറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എംപ്ലോയിയുടെ നെറ്റ് സാലറി ഈക്വൽ ടു ഗ്രോസ് സാലറി അല്ലേ, I12 മൈനസ് ടോട്ടൽ ഡിഡക്ഷൻ N12 എൻ്റർ അല്ലേ, 48,489. അപ്പോൾ ഗ്രോസ് സാലറിയിൽ നിന്ന് ടോട്ടൽ ഡിഡക്ഷൻ കഴിച്ച് ബാക്കിയുള്ളതാണ് നെറ്റ് സാലറി. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യാം? എത്ര എംപ്ലോയീസ് ഉണ്ടെങ്കിലും ഇനി ഇത് അപ്ലൈ ചെയ്താൽ മതി. ഫോർമുല അപ്ലൈ ചെയ്ത ഭാഗങ്ങൾ ജസ്റ്റ് ഇതേപോലെ കോപ്പി ചെയ്യുക. അതുകൂടാതെ ടോട്ടൽ ഡിഡക്ഷൻ്റെയും നെറ്റ് സാലറിയുടെയും ഭാഗം ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഈ ഫോർമുല കോപ്പി ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ സാലറി ഷെഡ്യൂൾ ഇപ്പോൾ ഇവിടെ 3 എംപ്ലോയീസിൻ്റെ കാര്യമാണ് എടുത്തത്. ഒരു സ്ഥാപനത്തിൽ 100 കണക്കിന് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു എംപ്ലോയിയുടെ ഡാറ്റ ഇതുപോലെയുള്ള കാൽക്കുലേഷൻസും ഫങ്ഷൻസൊക്കെ ഉപയോഗിച്ച് ചെയ്ത് ബാക്കിയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്താൽ മതിയാവും. ഇനിയിപ്പോൾ അടുത്ത മാസം വീണ്ടും ചെയ്യണം, ഇതേ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടേബിൾ ജസ്റ്റ് കോപ്പി ചെയ്തെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു കാൽക്ക് ഷീറ്റ് ഓപ്പൺ ചെയ്ത് അവിടെ വെച്ച് ആവശ്യമായ എഡിറ്റുകൾ നടത്തിയാൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കാൽക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഈ എക്സാമ്പിളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന്
മനസ്സിലാക്കിയത് എങ്ങനെയാണ് ലിബ്രെ ഓഫീസ് കാൽക്കിൽ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, താങ്ക് യു.